Hi, good evening, everyone. So, Good evening, sir. good evening. So, നമ്മൾ Good ഇന്ന് evening, sir. ഫൈൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിൽ പേപ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾക്കൊരു 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ എനിവേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ, ഇന്ന് നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൈക്കിൾസ് ആയിട്ടാണ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ അറ്റ് എ ടൈം 2 സബ്ജക്റ്റുകളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആ 2 സബ്ജക്റ്റുകൾ എൻഡ് ചെയ്യുമ്പോൾ അടുത്ത സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ പേപ്പർ 1ന്റെ 10 സബ്ജക്ട്സും പേപ്പർ 2ന്റെ 10 സബ്ജക്ട്സും ആ ഒരു വേയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ക്ലാസ്സസ് വരിക. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഏരിയാസ്. ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഓൾമോസ്റ്റ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ് എല്ലാം നമ്മളുടെ ഈ ഒരു എക്സാമിന്റെ സ്കോപ്പിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. UGC നെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡിയയെ തന്നെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് ലെവൽസ്, ദെൻ റിക്വയർമെന്റ്സ് ഓഫ് ടീച്ചിങ്, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ആണ് അവിടെ വരുന്നത്. അതിനുശേഷം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ടീച്ചിങ് മെത്തേഡ്സ്. ദെൻ അതിനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ടീച്ചർ സെന്റേഡ്, ലേണർ സെന്റേഡ് എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ആയിട്ടും ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് വരുന്ന ഇവാലുവേഷൻ സിസ്റ്റംസ് ആണ്. അതിൽ ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്. കൺസെപ്റ്റുകളാണ്, ബേസിക് കൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ ഏരിയയിൽ നമുക്ക് വേണ്ടത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് ആൻഡ് അഡൾട്ട് ലേണർ, ദെൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സപ്പോർട്ട് മെറ്റീരിയൽ, ലേണിംഗ് എൻവയോൺമെന്റ്, ദെൻ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, then traditional and modern ICT based teaching support system. So these are the areas as per our syllabus. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിൽ ഇത്രയും ഏരിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് 10% ഷുവർ ആയിട്ട് പറയാവുന്ന ചില ഏരിയാസ് ഉണ്ട്, ലൈക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അത് ഇതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്നും ഒരു നോർമലി ഡയറക്ട്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ആ ഏരിയയിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ ഉണ്ടാവും. അതേപോലെ ഇന്നോവേഷൻസ് ഇൻ ലേണിംഗ്, ലൈക്ക് സ്വയം പോലുള്ള സ്കീമുകൾ, സ്വയം പ്രഭ പോലുള്ള ഇനീഷ്യേറ്റീവ്സ്. അവിടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മുമ്പ് നമ്മളോട് ഡയറക്ട്ലി സ്വയം പ്രഭയെ പറ്റി ചോദിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് TV ചാനലിന്റെ നമ്പറും പേരും ഒക്കെയാണ്. ഓക്കെ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ എല്ലാ ഏരിയയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് എന്തായാലും ഡിസംബർ എക്സാമിനേഷന് വേണ്ടി വരും. ഓക്കെ, സോ ഡീപ്പ് ലേണിംഗ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് തുടങ്ങണം. ഓക്കെ, സോ ലെറ്റ് ബി സ്റ്റാർട്ട്. എനിവേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഏരിയ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ഏരിയ എഡ്യൂക്കേഷന്റെ ബേസിക് കൺസെപ്റ്റ്. സോ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്നുള്ളതൊന്നും നമ്മളോട് ചോദിക്കില്ല, എന്നാൽ ചില പേഴ്സ്പെക്റ്റീവ്സ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഇസ് ഫണ്ടമെന്റൽ ഫോർ അച്ചീവിംഗ് ഫുൾ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ഡെവലപ്പിംഗ് ആൻ എക്വിറ്റബിൾ ആൻഡ് ജസ്റ്റ് സൊസൈറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് നാഷണൽ ഡെവലപ്മെന്റ്. സോ ഈ ഒരു കൺസെപ്റ്റ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള എഡ്യൂക്കേഷന്റെ ഡെഫിനിഷൻ ആണെന്ന് ഓർക്കുക. അതായത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ ഒരു ഫുൾ ഹ്യൂമൻ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നതിലെ ബേസിക് തിങ് ആണ്. അതായത് ഒരു ഇക്വിറ്റബിൾ ജസ്റ്റ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ നാഷണൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്നതിലും എഡ്യൂക്കേഷൻ ഇസ് വൈറ്റൽ എന്നാണ് ഈ ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ അറിയേണ്ട എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം SDG 4 ആണ്. വാട്ട് ഈസ് SDG? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലല്ല, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് നമ്മുടെ 10 ടോപ്പിക് ഏരിയയിൽ. ഹയർ എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ എല്ലാ ഗോളുകളും ഇത്തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ കഴിഞ്ഞ എക്സാമിനേഷനിൽ നോക്കുമ്പോൾ, കഴിഞ്ഞ എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ടീച്ചിങ് ഇനീഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളിൽ നിന്ന് വന്നിരുന്നെങ്കിൽ അടുത്ത തവണ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ടുള്ള ഇന്നർ നോളജ് ഉള്ള ചില ഏരിയാസ് പ്രതീക്ഷിക്കണം. അതിലൊന്നാണ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ഒരു മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരെ എക്സ്പെക്ട് ചെയ്യാം. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 ആണ് എഡ്യൂക്കേഷനെ പറ്റി പറയുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഏരിയ വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഓർക്കുക, SDG 4 പറയുന്നത് എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ
ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ബൈ 2030. 2030 ആകുമ്പോഴേക്കും ഇൻക്ലൂസീവ് ആൻഡ് എക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുന്നതും, അതേപോലെ തന്നെ എല്ലാവർക്കും ഇക്വിറ്റബിൾ ജസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ ലൈഫ് ലോങ് ലേണിംഗിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെയാണ് നമ്മളുടെ പല ഇനീഷ്യേറ്റീവ്സും, ലൈക്ക് ഇന്ത്യയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വയം പോലുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാം ഈ ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഓക്കെ, സോ ഇതെല്ലാം 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 പറയുന്നത്. സോ SDG 4 ആണ് എഡ്യൂക്കേഷന്റെ പ്രൊമോഷനുമായി വരുന്നതെന്ന് ഓർക്കുക. ദെൻ ടാഗോറിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ദി എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് സെൽഫ് റിയലൈസേഷൻ. ഇറ്റ് മീൻസ് ദി റിയലൈസേഷൻ ഓഫ് യൂണിവേഴ്സൽ സോൾ ഇൻ വൺ സെൽഫ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് കാനോട്ട് ബി റിയലൈസ്ഡ് വിത്തൗട്ട് എഡ്യൂക്കേഷൻ. അതായത് ആക്ച്വലി അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ റിയലൈസ് ചെയ്യുക. സോ നമ്മൾ എന്താണ്, നമ്മളുടെ പർപ്പസ് എന്താണെന്ന് റിയലൈസ് ചെയ്യുന്ന ആ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ യൂണിവേഴ്സൽ സോൾ, നമ്മളുടെ ഉള്ളിലുള്ള യൂണിവേഴ്സൽ സോളിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ടാഗോർ പറയുന്നു. ദെൻ സ്വാമി വിവേകാനന്ദയുടെ പെർസ്പെക്റ്റീവിൽ എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ എ മാൻ. നമ്മുടെ ഉള്ളിലുള്ള ആ പെർഫെക്ഷനെ നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് സ്വാമി വിവേകാനന്ദ പറയുന്നു. അരിസ്റ്റോട്ടിലിന്റെ വ്യൂ പോയിന്റിൽ വരുമ്പോൾ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇസ് കോൾഡ് എഡ്യൂക്കേഷൻ. അരിസ്റ്റോട്ടിലൊക്കെ നമുക്ക് റെലവെന്റ് ആയിട്ട് വരാനുള്ള കാരണം ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് ഏരിയയിൽ നമുക്ക് വെസ്റ്റേൺ ലോജിക്കും ഇന്ത്യൻ ലോജിക്കും പഠിക്കാനുണ്ട്. വെസ്റ്റേൺ ലോജിക് എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിയൻ ലോജിക് എന്ന് പറയും. അരിസ്റ്റോട്ടിലിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് വെസ്റ്റേൺ ലോജിക്കിൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടേതായ ചില കൺസെപ്റ്റും പെർസെപ്ഷൻസും ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് കുറച്ച് കൺസെപ്റ്റുകൾ ഓർക്കുക. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കൺസെപ്റ്റ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാന്ന് ഓർക്കണം. ദെൻ ചില പെർസ്പെക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ടാഗോർ, വിവേകാനന്ദ ആൻഡ് അരിസ്റ്റോട്ടിൽ ഇവരുടെ എഡ്യൂക്കേഷന്റെ പെർസ്പെക്റ്റീവ്സിനെ പറ്റി പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രമാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഇമ്പോർട്ടന്റ് ഏരിയാസ്. ഓക്കെ, മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മേജർ അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, മേജർ അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ദർ ആർ ഡിഫറെന്റ് അപ്രോച്ചസ്. അതായത് എഡ്യൂക്കേഷനെ 3 ബേസിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഒന്ന് വൈ എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കുന്നത് അതിന്റെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ ഹൗ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ, അത് ഇൻഡിവിജ്വൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ, വാട്ട് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യൽ നീഡ്സ്, അതായത് ആളുകളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് പറയുന്നത്. ദീസ് ആർ ദി 3 ഫൗണ്ടേഷൻസ്. അതായത് എഡ്യൂക്കേഷന്റെ 3 ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വൈ, എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അത് എഡ്യൂക്കേഷൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ഫിലോസഫിക്കൽ തോട്ടാണ്. അതേസമയം ഹൗ, എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ഇൻഡിവിജ്വലി സൈക്കോളജിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സൈക്കോളജിയുടെ സ്പെല്ലിംഗ് ഒരു എററുണ്ട്. എനിവേ സൈക്കോളജിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ കംസ് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നീഡ് എന്താണോ ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഇത് 3 പെർസ്പെക്റ്റീവ്സ് ആണ്, ജസ്റ്റ് ഓർക്കുക. നൗ there are different approaches in education. അതിൽ ഒന്നാമത്തെ അപ്രോച്ച് ആണ് ഐഡിയലിസം. ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ്. സോ ലെറ്റ് മീ ഗോ ഇൻ ഡീറ്റെയിൽ. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ദി വേർഡ് ഐഡിയലിസം ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഐഡിയൽ. ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് മൈൻഡ് ആൻഡ് സെൽഫ്. ഇറ്റ് റിഫ്ലെക്ട്സ് സ്പിരിച്വലിസം. അതായത് നമ്മുടെ മനസ്സും നമ്മുടെ സെൽഫും, അതായത് യൂണിവേഴ്സൽ മൈൻഡ് ഓർ ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഐഡിയലിസം. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയലാണ്, യൂണിവേഴ്സൽ മൈൻഡിനെ തിരിച്ചറിയലാണെന്നുള്ളതാണ് ഈ ഒരു ഐഡിയലിസം കൺസെപ്റ്റിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഐഡിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. ദി യൂണിവേഴ്സൽ മൈൻഡ് ഓർ ഗോഡ് ഈസ് ദി സെൻട്രൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി വേൾഡ് ആൻഡ് ഗോഡ് ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ ആൻഡ് നോളജ്. സ്പിരിറ്റ് ആൻഡ് മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി. സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ്. യൂണിവേഴ്സൽ മൈൻഡ് അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നതാണ് സെൻട്രൽ അണ്ടർസ്റ്റാൻഡിംഗ്. നമ്മുടെ നോളജ് പൂർണ്ണമായിട്ടും ഒതുങ്ങിയിരിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സൽ സോൾ കൺസെപ്റ്റിലാണ്. ഓക്കെ, അതോടൊപ്പം നമ്മളുടെ ഗോഡ് ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ ആൻഡ് നോളജ് എന്ന് പറയും. സ്പിരിറ്റ് ആൻഡ് മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി. അതായത് ഇൻ ഷോർട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, റിയൽ നോളജ് ഈസ് പെർസീവ്ഡ് ബൈ മൈൻഡ്. ഓക്കെ, അതായത് നമ്മുടെ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് അല്ല യഥാർത്ഥ നോളജ്. സോ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം കണ്ടിട്ട് ഇത് പേനയാണെന്ന് തിരിച്ചറിയുന്നു.
നമ്മളുടെ ഐ, നമ്മുടെ സെൻസ് ഓർഗണും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ്. അത്തരം നോളജിനെ അല്ല ഐഡിയലിസം വിശ്വസിക്കുന്നത്. ഐഡിയലിസം പറയുന്നത് ദി റിയൽ നോളജ് ഈസ് പെർസീവ്ഡ് ത്രൂ മൈൻഡ്സ്. നമ്മുടെ മൈൻഡിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ നോളജ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് ഗെയിൻഡ് ത്രൂ സെൻസസ്. സെൻസസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ്. ആ ചിന്തകളിലൂടെയാണ് ഗോഡ് എന്ന റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിയുന്നതും അതേസമയം ഈ ഗോഡിനെ പറ്റിയുള്ള അത്തരം, അതായത് യൂണിവേഴ്സൽ മൈൻഡ് ഓർ ഗോഡ് കൺസെപ്റ്റ് ആണ് റിയൽ. അതിനെ പറ്റിയുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ നോളജ്. അത് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ നോളജിലേക്ക് എത്തുന്നു എന്നുള്ള ബിലീഫാണ് ഐഡിയലിസം. ഓക്കെ, ഈ ഐഡിയലിസം കൺസെപ്റ്റ് ഫോളോ ചെയ്തിരുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രോബൽ, കാന്റ്, പ്ലേറ്റോ, സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ പോലുള്ളവരെല്ലാവരും ഈ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്നവരാണ്. സോ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഐഡിയലിസം. ഐഡിയലിസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐഡിയോളജി ആയിട്ട് പറയാവുന്നത് നേച്ചറലിസം ആണ്. നേച്ചറലിസം എന്ന് പറഞ്ഞാൽ ഐഡിയലിസവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കോൺട്രറി ടു ഐഡിയലിസം, നേച്ചറലിസം ഇസ് എ ഫിലോസഫി ദാറ്റ് ബിലീവ്സ് നേച്ചർ എലോൺ റെപ്രസെന്റ്സ് ദി എൻറ്റയർ റിയാലിറ്റി. ഇവിടെ ഗോഡ് കൺസെപ്റ്റ് ഇല്ല, അതിനു പകരം നേച്ചർ ആണ് റിയൽ. നേച്ചർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സത്യം. then it takes into account natural matter, natural force, natural laws. സോ ഇത്തരത്തിലുള്ള നാച്ചുറൽ മാറ്റർ, നാച്ചുറൽ ഫോഴ്സ്, നാച്ചുറൽ ലോസ്, ഇതെല്ലാമാണ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ. ഗോഡിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല, നേച്ചറിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനിൽ വേണ്ടതെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ നേച്ചറിനെ പറ്റി മനസ്സിലാക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനും ആയിട്ടുള്ള ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. സോ അവർ സോഴ്സസ് ആർ ദി ഗേറ്റ് വേ ടു നോളജ്. സോഴ്സസ്, അവരുടെ സെൻസസ്, നമ്മുടെ സെൻസസ് എന്ന് പറയുന്നതാണ് നോളജിലേക്കുള്ള ഗേറ്റ് വേ. സോ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നമ്മൾ നേടിയെടുക്കുന്നതാണ് യഥാർത്ഥ നോളജ്. ആൻഡ് ദി നേച്ചർ ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ നോളജ്. എല്ലാ നോളജും നമുക്ക് തരുന്നത് നേച്ചറാണ്. ആൻഡ് മൈൻഡ് ഈസ് സബോർഡിനേറ്റ് ടു നേച്ചർ. പ്രീവിയസ് കൺസെപ്റ്റ് ഐഡിയലിസവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഐഡിയലിസം പറഞ്ഞത് എന്താ? മൈൻഡ് ആണ് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻറ്റ്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സിലൂടെയാണ്. ആ മനസ്സെന്ന് പറയുന്നത്, മനസ്സിലൂടെ ദൈവത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഐഡിയലിസം പറയുന്നത്. വേറെ നാച്ചുറലിസത്തിലേക്ക് വന്നപ്പോൾ നാച്ചുറലിസം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്തിക്കുന്നത്, അതായത് ഇവിടെ നേച്ചർ ആണ് റിയാലിറ്റി. ഓക്കെ, അതായത് നാച്ചുറൽ മാറ്റർ, നാച്ചുറൽ ഫോഴ്സസ്, നാച്ചുറൽ ലോ, ഈ കൺസെപ്റ്റുകളെല്ലാം ഇവിടെ ഫോളോ ചെയ്യുന്നു. അതായത് യഥാർത്ഥ നോളജ് നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴിയാണ്. അതേസമയം നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നോളജ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഓക്കെ, സോ ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തവരായിട്ട് പറയാവുന്നത് ടാഗോർ, റൂസോ, സ്പെൻസർ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു ഐഡിയോളജി, അതായത് എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ തന്നെ പറയാവുന്ന നാച്ചുറലിസം, ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നവരാണ്. ഓക്കെ, സോ രണ്ട് അപ്രോച്ചുകൾ തമ്മിലുള്ള കൺസെപ്ച്വൽ ഡിഫറൻസ് ക്ലിയർ ആണോ? യെസ് പ്ലീസ്. ഓക്കെ ഫൈൻ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ ഇനി കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അപ്രോച്ചുകളിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ അപ്രോച്ചാണ് പ്രാഗ്മാറ്റിസം. ഓക്കെ, നേച്ചുറലിസം പറഞ്ഞു. നേച്ചുറലിസത്തിൽ എന്താണ് വ്യൂ പോയിന്റ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നേച്ചുറലിസത്തിലേക്ക് വന്നപ്പോൾ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ ആണ് നോളജ് ഗെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൈൻഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഓക്കെ, പ്രാഗ്മാറ്റിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാഗ്മാറ്റിസം ഈസ് ബേസിക്കലി എ ഗ്രീക്ക് വേർഡ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രാക്ടീസ് ഓർ ആക്ഷൻ. പ്രാഗ്മാറ്റിസ്റ്റ് വ്യൂ എന്ന് പറയും. അതായത് എന്താണോ നമുക്ക് ഉപകാരപ്പെടുന്നത്, ആ ഉപകാരപ്പെടുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതായത് here we focus on the word utility. Whatever is useful is good, and whatever is good is useful. Pragmatists live in the world of facts. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ആയിട്ട് പറയേണ്ടത്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഉപയോഗം, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. സോ എന്താണോ നമ്മളുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, അതായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ എന്നാണ് പ്രാഗ്മാറ്റിസം വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഐഡിയോളജി. ഇവിടെ യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വാട്ട് എവർ ഈസ് യൂസ്ഫുൾ, എന്താണോ നമുക്ക് ഉപകാരപ്പെടുന്നത് അതെല്ലാം നല്ലതാണ്, അതായിരിക്കണം എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഓക്കെ,
സോ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തവരായിട്ട് നമുക്ക് പറയാവുന്നത് ജോൺ ഡ്യൂവി, ദെൻ കിൽപാട്രിക്, മീഡ്, ഇങ്ങനെയുള്ള ഫിലോസഫീസ് ഒക്കെ പ്രാഗ്മാറ്റിസ്റ്റ് വ്യൂ പോയിന്റ് വിശ്വസിക്കുന്നവരാണ്. 3 കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4ാമത്തെ കൺസെപ്റ്റിലേക്ക് പോകുന്നു. 4ാമത്തെ വ്യൂ ആണ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞുതരാൻ പറ്റുമോ? പ്രാഗ്മാറ്റിസം, ഷുവർ, വൈ നോട്ട്. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മളൊരു തൊഴിൽ പഠിക്കുകയാണെങ്കിൽ ആ തൊഴിൽ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്ന് ഒരു ഗുണം, ഒരു യൂട്ടിലിറ്റി ഉണ്ടാവണം. അത്തരത്തിൽ യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരേണ്ടതാണ് പ്രാഗ്മാറ്റിസ്റ്റ് വിശ്വസിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഫാക്ട് എന്താണോ റിയൽ ആയിട്ടുള്ളത്, നമുക്ക് ഉപകാരപ്പെടുന്നത്, അതായിരിക്കണം നമ്മളുടെ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ. അതായിരിക്കണം നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പഠിക്കേണ്ടത്. ഇതാണ് പ്രാഗ്മാറ്റിസ്റ്റ് വ്യൂ. ദെൻ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ലേണർ എന്ന് പറയുന്നത് ആക്റ്റീവ്ലി കൺസ്ട്രക്ട്സ് നോളജ് ആണ്. അതായത് നോളജ് എന്ന് പറയുന്നത് ഇവർ ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. ഒരു ലേണറെ സംബന്ധിച്ച്, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദിസ് എ പ്രോസസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് ഓരോ ലെവലിലും ഇവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് പുതിയ നോളജുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ദിസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി ബിലീവ്സ് ദാറ്റ് there are developmental stages of knowledge organization. അതായത് നോളജ് ഓരോ ലെവലിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന കാര്യം പഠിക്കണം എന്നുള്ളതല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഡെവലപ്മെന്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ലേണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് കൺസ്ട്രക്റ്റിവിസം. സോ കൺസെപ്റ്റ് ഒന്നുകൂടി ഓർക്കുക. കൺസെപ്റ്റ് ഇതാണ്. ലേണർ ഇവിടെ പുതുതായിട്ട്, അതായത് എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതല്ല, ലേണർ ഓരോ കാര്യങ്ങളും പുതുതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സ്പീരിയൻസ് വരുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജ്, നിലവിൽ അവർക്കൊരു നോളജ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ there are different stages of education. ഒരു ബേസിക് ലെവലിൽ ഒരു കുട്ടി പഠിക്കുന്നത് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറ്റവും ബേസിക് ലെവലിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ലെവലിലും there are primary, secondary, tertiary എഡ്യൂക്കേഷൻ, അങ്ങനെ പല ലെവലുകളുണ്ടല്ലോ. അതേപോലെ ഡെവലപ്മെന്റിന് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഈ ലെവൽസ് അനുസരിച്ച് ഓരോ ലെവലിൽ വരുമ്പോഴും ഓരോ ലേണറും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. ഓക്കെ, സോ കൺസ്ട്രക്റ്റിവിസം നമ്മൾ ഇതുവരെ പറഞ്ഞ 4 ഐഡിയോളജീസ് ആണ്, 4 ബേസിക് അപ്രോച്ചസ് ആണ് എഡ്യൂക്കേഷനിൽ. ഐഡിയലിസം, ഗോഡ് കൺസെപ്റ്റ്. അങ്ങനെ ഓർക്കുക, ഐഡിയലിസം എന്ന് പറയുമ്പോൾ ഗോഡ് കൺസെപ്റ്റ് ആണ്. ദൈവം എന്ന് പറയുന്നതാണ് റിയാലിറ്റി. മൈൻഡിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ് യഥാർത്ഥ നോളജ്. ആൻഡ് സെൻസ് ഓർഗൻസ് വഴി നമ്മൾ നേടിയെടുക്കുന്ന നോളജ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഐഡിയലിസം വിശ്വസിക്കുന്നു. 2ാമത്തെ കൺസെപ്റ്റ് നേച്ചറലിസം ആണ്. നേച്ചർ എലോൺ കോൺസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി. അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജാണ് യഥാർത്ഥ നോളജ്. മൈൻഡിലൂടെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നോളജ് സെക്കൻഡറി ആണെന്ന് നേച്ചറലിസം വിശ്വസിക്കുന്നു. അടുത്തത് പ്രാഗ്മാറ്റിസം ആണ്. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ. യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, എന്താണോ നമുക്ക് ഉപകാരപ്പെടുന്നത് അതാണ് പഠിക്കേണ്ടത് എന്നാണ് പ്രാഗ്മാറ്റിസം വിശ്വസിക്കുന്നത്. ദെൻ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ ഓരോ സ്റ്റേജിലും ഒരു ലേണർ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആർ ദെയർ. സോ ഇനീഷ്യൽ ലെവലിൽ ഒരു ഇൻഡിവിജ്വൽ മനസ്സിലാക്കുന്നതിലേക്ക് വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. 4 കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണം. ഇല്ല? ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. Let me move on. Next concept is humanism. Humanism എന്ന് പറഞ്ഞാൽ it's a reasonable balance in life and regards human as the central measure of all activities. നമ്മൾ മുമ്പ് നേച്ചറിനെയും മുമ്പ് ദൈവത്തെയും ഒക്കെ കണ്ടതുപോലെ ഇവിടെ ഹ്യൂമനിസ്റ്റ് വ്യൂ പറയുന്നത് ഹ്യൂമൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഹ്യൂമനിസം ബിലീവ്സ് ഇൻ ദി ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഹ്യൂമൻ ബീങ്സിന് ഉപകാരപ്പെടുന്ന എന്ത് കാര്യവും നമുക്ക് പഠിക്കാം.
അവരുടെ ഇൻട്രസ്റ്റും അവരുടെ വെൽഫെയറും ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ. സോ ദസ് ദി ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് സോ ദാറ്റ് വെൽഫെയർ ഓഫ് ഓൾ ബിക്കംസ് ദി ഗോൾ. സോ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കണം. അതനുസരിച്ച് എല്ലാ ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ നേടിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കേണ്ടത്. സോ ദി ഫോം ഓഫ് ലേണിംഗ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സെൽഫ് ആക്ച്വലൈസേഷൻ. സോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് നേടിയെടുക്കാവുന്നതിന്റെ മാക്സിമത്തിലേക്ക് എത്തുക, ഏറ്റവും ഉയരത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഇറ്റ് അഡ്വക്കേറ്റ്സ് കോപ്പറേഷൻ, മ്യൂച്വൽ ടോളറൻസ് ആൻഡ് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. സോ എല്ലാവരെയും, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ല, ഹ്യൂമൻ ബീയിങ്ങിന്റെ മൊത്തമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. സോ അതിനുവേണ്ടി മ്യൂച്വൽ ടോളറൻസ് ആവശ്യമാണ്, കോപ്പറേഷൻ ആവശ്യമാണ്, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. എബ്രഹാം എച്ച് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹ്യൂമൻ ബീയിങ്സിന്റെ നീഡ് എന്ന് പറയുന്നത് പല സ്റ്റേജുകളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും ബേസിക് ലെവലിൽ അദ്ദേഹത്തിന് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നീഡ് ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണമെന്ന് തോന്നാം. അതിനു മുകളിലേക്ക് പോകുമ്പോൾ സോഷ്യൽ ബിലോങ്ങിങ്നെസ് വേണം, ലവ് ആൻഡ് അഫെക്ഷൻ വേണം എന്ന് തോന്നും. അതിനു മുകളിലേക്ക് പോകുമ്പോൾ ഒരു എസ്റ്റീം, ഞാൻ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, എന്നെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള ചിന്താഗതികളിലേക്ക് പോകും. എസ്റ്റീം നീഡ്സ് എന്ന് പറയും. അതിനു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. ഈ കൺസെപ്റ്റുകളെല്ലാം എബ്രഹാം എച്ച് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയുമായി ബന്ധപ്പെട്ടാണ്. സോ ഞാൻ ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് ഹ്യൂമനിസം എന്താണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക. എഡ്യൂക്കേഷൻ വഴി നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കണം, ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കണം. അത്തരത്തിലുള്ള എന്ത് കാര്യവും എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഇതാണ് ഹ്യൂമനിസം. ഓക്കെ ആണോ? ഓക്കെ, സോ ഹ്യൂമനിസം അതാണ്. നെക്സ്റ്റ് ഇസ് റാഷണലിസം. റാഷണലിസത്തിലേക്ക് വന്നാൽ റാഷണലിസ്റ്റ് ക്ലെയിംസ് ദാറ്റ് there is significant ways through which our concept and knowledge gain independently through our sense experience. അതായത് റാഷണലിസം ഒരു ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റുകളിൽ നിന്നും ഒരു ബാലൻസ് വരയ്ക്കുകയാണ്. ഇവർ പറയാണ്, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നതിന് പല വഴികളുണ്ട്. there are different ways. നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ നോളജ് ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ്. ഓരോ ഇൻഡിവിജ്വലിനും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അനുസരിച്ച് ഇൻഡിപെൻഡന്റ്ലി ആണ് നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഇത് മാത്രമാണ് റാഷണലിസം പറയുന്നത്. റാഷണൽ ആണ് മീൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ വൺ പേഴ്സൺ ആൻഡ് ദാറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം അനദർ വൺ. ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടേതായ കൺസെപ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, അതേപോലെ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇൻഡിപെൻഡന്റ്ലി ആണ് നോളജ് ഗെയിൻ ചെയ്യുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് റാഷണലിസം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, റാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്, there are different ways in gaining knowledge. അത് ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ രീതിക്ക് അവരവരുടെ ചുറ്റുപാടിനനുസരിച്ചായിരിക്കും നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഇതാണ് റാഷണലിസം. ഓക്കെ, ജസ്റ്റ് ആ കൺസെപ്റ്റ് ക്ലിയർ കിട്ടിയല്ലോ? Yes, sir. ഓക്കെ, then എക്സ്പീരിയൻസിസം എന്ന് പറയും. അതായത് they claim that sensory experiences are the ultimate source of all our knowledge and concept. അതായത് നേച്ചറലിസം പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. നേച്ചറലിസം പറയുന്നത് എന്താ, കൺസെപ്റ്റ് എന്താ, നേച്ചർ ആണ് സോഴ്സ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിന് കഴിഞ്ഞാൽ സെക്കൻഡറി ആണ് മൈൻഡ്, മെമ്മറി വഴി അല്ലെങ്കിൽ നമ്മൾ ചിന്തയിലൂടെ നേടിയെടുക്കുന്ന നോളജ് എന്ന് പറഞ്ഞു. എന്നാൽ ആ സെക്കൻഡ് പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിസം കിട്ടും. എക്സ്പീരിയൻസിസം പറയുന്നത് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി മാത്രമാണ്. അല്ലാതെ മറ്റൊരു രീതിയിലും ഗോഡ് കൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാണ്. അതായത് നമ്മൾ എന്ത് കാര്യം തൊട്ടറിയുന്നു, കണ്ടറിയുന്നു, തിരിച്ചറിയുന്നു, കേട്ടറിയുന്നു, ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് റിയൽ, മറ്റൊരു നോളജും റിയൽ അല്ല എന്നാണ് എക്സ്പീരിയൻസും പറയുന്നത്. ഓക്കെ ആണോ? കൺസെപ്റ്റുകളാണ്. കൺസെപ്റ്റിന്റെ ഏറ്റവും ബേസിക് നോളജ് മാത്രം നിങ്ങൾക്ക് ഗെയിൻ ചെയ്താൽ മതി. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്.
Okay, sir. Okay. Then next is existentialism. Existentialism എന്ന് പറഞ്ഞാൽ actually in a philosophy that emphasizes individual experience, freedom and choice. ഇവിടെ ആ വേർഡ് തന്നെയുണ്ട് എക്സിസ്റ്റൻസ്, റൈറ്റ്? ഒരാളുടെ നോളജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആ ഇൻഡിവിജ്വൽ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ, അദ്ദേഹത്തിന് ഫ്രീഡം, കിട്ടുന്ന ഫ്രീഡം, അതേപോലെ തിരഞ്ഞെടുക്കാനുള്ള എബിലിറ്റി, ഇതെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിന്റെ നോളജ് ഓർഗനൈസേഷൻ ആവും. Let me repeat. This emphasizes that the uniqueness and isolation of individual experiences in a hostile and a different universe. അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞൊരു തിയറി ഉണ്ട്, റാഷണലിസം. റാഷണലിസം പറയുന്നത് എന്താ? ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ ഐഡിയാസ്, അവരവരുടെ വേയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഈ റാഷണലിസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ, അതായത് ഇവിടെ പറയുമ്പോൾ അതേ റാഷണൽ പെർസ്പെക്റ്റീവ് തന്നെയാണ് പറയുന്നത്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം. ഇവിടെ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള അവരുടേതായ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടും എൻ്റെതായ ഒരു ചുറ്റുപാടുകളും ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് ഞാൻ ഗെയിൻ ചെയ്യുന്ന നോളജും മറ്റൊരാൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു സാഹചര്യത്തിൽ ഗെയിൻ ചെയ്യുന്ന നോളജും തമ്മിൽ ടോട്ടൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് എക്സിസ്റ്റൻഷ്യലിസം. നോളജ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഗെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ്. എവിടെ അത് അദ്ദേഹം എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ചോയ്സുകൾ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായ യുണീക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, എൻവയോൺമെന്റ്. ആ യുണീക്ക് എൻവയോൺമെന്റും ഹോസ്റ്റൈൽ എൻവയോൺമെന്റും ഒക്കെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ നോളജ് ഓർഗനൈസേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെന്റൻസ് ഒന്നുകൂടി നിങ്ങൾ നോക്കി. ദിസ് എംഫസൈസസ് ദാറ്റ് the uniqueness and isolation of individual experiences in a hostile and or in different universe regards human existence as unexplainable and stress freedom of choice and responsibility of consequences of one side. അതായത് ഇവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു അത് നമുക്ക് പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിനും മറ്റൊരു ഇൻഡിവിജ്വലിനും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. രണ്ടാമതായിട്ട് ഒരു ഇൻഡിവിജ്വലിന് എടുക്കാവുന്ന ഫ്രീഡം ഓഫ് ചോയ്സ്, അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, ആ ഫ്രീഡം മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ കോൺസിക്വൻസസും, ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ എനിക്കുണ്ടാകാവുന്ന കോൺസിക്വൻസ് അല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. സെയിം ഡിസിഷൻ മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ചുറ്റുപാടുകൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇത്തരത്തിൽ ഓരോ ഇൻഡിവിജ്വലിലും അദ്ദേഹത്തിൻ്റെതായ ഒരു യുണീക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. ഈ യുണീക്ക് എക്സിസ്റ്റൻസ് ആണ് അദ്ദേഹത്തിന്റെ നോളജിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് എക്സിസ്റ്റൻഷ്യലിസം. ഓക്കെ, സെയിം റാഷണലിസത്തിന്റെ അതേ കൺസെപ്റ്റ് ആണ്. റാഷണലിസത്തിനെ കുറച്ചുകൂടി നല്ലവണ്ണം ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എക്സിസ്റ്റൻഷ്യലിസം. ഇവിടെ എക്സിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എവിടെ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ആ എക്സിസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ് ആണ് അദ്ദേഹത്തിന്റെ നോളജും എഡ്യൂക്കേഷനും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, സോ വൺ മോർ, ദാറ്റ് ഈസ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദി ലേണർ ഈസ് എ പാസീവ് ഓർഗാനിസം. ലേണർ എന്ന് പറയുന്ന ഒരു പാസീവ് ഓർഗാനിസമാണ്. അതായത് ആ ലേണറെ പുതിയ ബിഹേവിയർ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ബിഹേവിയറിസം അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ബിഹേവിയറിൽ നിന്നും ഒരു പുതിയ ബിഹേവിയറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു പാസീവ് ഓർഗാനിസം ആണ്. ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നും അദ്ദേഹത്തിന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, പുതിയ സ്കിൽസ് ഇംപൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കുറച്ചുകൂടി ഉയർത്താൻ സാധിക്കും, മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ബിഹേവിയറിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വഴി ചേഞ്ച് കൊണ്ടുവരുന്ന ആ ഒരു രീതിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ദെയർഫോർ ലേണിംഗ് കുഡ് ബി എക്സ്പ്ലെയിൻഡ് ബൈ ചേഞ്ച് ഇൻ ഒബ്സർവബിൾ ബിഹേവിയർ. അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ വന്നിരിക്കുന്ന ആ മാറ്റമാണ് ലേണിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ബിഹേവിയറിസം. കുറച്ച് തിയറീസ് ആണ്, ഐ നോ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നാം, പക്ഷേ തിയറിയുടെ ഏറ്റവും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടായാൽ മതി. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബിഹേവിയറിസം ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ ആദ്യത്തെ തിയറി തൊട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഐഡിയലിസം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഐഡിയലിസം, ഗോഡ്.
അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മുടെ സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. നേച്ചറിസം സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഗോഡ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ദെൻ പ്രാഗ്മാറ്റിസം യൂട്ടിലിറ്റി, എന്താണോ ഉപകാരപ്പെടുന്നത് അതാണ് ലേണിംഗിന്റെ ഫൗണ്ടേഷൻ. ദെൻ കൺസ്ട്രക്റ്റിവിസം, നോളജ് എന്ന് പറയുന്ന ഒരു വൺ ടൈം ആക്ടിവിറ്റി ഒന്നുമല്ല. ലേണർ ഓരോ ടൈമിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ള രീതിയിൽ ലേണിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് നോളജിലേക്ക് പുതിയ നോളജ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുക. ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഉപകാരപ്പെടുന്നത് എന്താണോ അതായിരിക്കണം ലേണിംഗിന്റെ ഭാഗമാകേണ്ടത്. അതായത് ലേണിംഗ് വഴി ഒരു ഇൻഡിവിജ്വലിന് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ സാധിക്കണം. അതനുസരിച്ച് മറ്റുള്ളവരെയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാം കൊണ്ടുവരുന്നതാണ് ലേണിംഗിന്റെ ഫൗണ്ടേഷൻ എന്ന് ഹ്യൂമനിസം വിശ്വസിക്കുന്നു. ദെൻ റാഷണലിസം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സെൻസ് എക്സ്പീരിയൻസ് വഴി ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആയിട്ടാണ് നോളജ് നേടിയെടുക്കുന്നതെന്ന് മാത്രമാണ് റാഷണലിസം പറയുന്നത്. അതായത് ഒരാൾ ഗെയിൻ ചെയ്ത നോളജ് പോലെ അല്ല മറ്റൊരാൾ. അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ മീൻസ് നോളജ് ലേണിംഗും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ എക്സ്പീരിയൻസിസം, ഇവിടെ ആകെ ഒരേ ഒരു സോഴ്സേ ഉള്ളൂ, സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ ആണ്. മൈൻഡിലൂടെ നേടിയെടുക്കുന്ന നോളജ് ഒന്നും ഇല്ല. സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജ് ആണ് യഥാർത്ഥ നോളജ് എന്ന് എക്സ്പീരിയൻസിസം വിശ്വസിക്കുന്നു. ദെൻ എക്സിസ്റ്റൻഷ്യലിസം റാഷണലിസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം ഡിഫൈൻ ചെയ്തൊരു യൂണിവേഴ്സ് ഉണ്ട്. ഈ യൂണിവേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ നോളജ് ഓർഗനൈസേഷന് കാരണമാകുന്നത് എന്നാണ് എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത്. ദെൻ ബിഹേവിയറിസം നമ്മൾ പറഞ്ഞു. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നോളജിൽ നിന്നും ഒരു മാറ്റം, അതായത് നിലവിലുള്ള ബിഹേവിയറിൽ നിന്നും എന്ത് ഇംപ്രൂവ്മെന്റ് ആണോ നമുക്ക് എഡ്യൂക്കേഷൻ വഴി കൊണ്ടുവരാൻ സാധിച്ചത്, ആ ഇംപ്രൂവ്മെന്റ്, ആ ചേഞ്ചിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിഹേവിയറിസം. അവിടെ ലേണറെ ഒരു പാസീവ് ഓർഗാനിസം ആയിട്ടാണ് വെക്കുന്നത്. ലേണറിൽ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും, ലേണിംഗിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഈ തിയറി പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഗെസ്റ്റാൾട്ട് ഫിലോസഫി, നോട്ട് സൈക്കോളജി. ഇറ്റ് ഈസ് ഗെസ്റ്റാൾട്ട് ഫിലോസഫി എന്ന് പറയും. ഗെസ്റ്റാൾട്ട് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് സം ഈസ് ഗ്രേറ്റർ ദാൻ, ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. നമ്മളൊരു കാര്യത്തെ എടുത്തിട്ട് അതിനെ കൂട്ടിവെക്കുന്നതിലും ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, സിനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ള സിനർജി ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഒരുമിച്ച് ചേർക്കുമ്പോഴാണെന്നുള്ള കൺസെപ്റ്റ് ആണ് ഗെസ്റ്റാൾട്ട് ഫിലോസഫിയിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൺസെപ്റ്റ്. അതായത് ഇൻ ദി ഹ്യൂമൻ ബോഡി there are cells, tissues, organs, systems, etc. And sum of all these components are human body. ആ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് ആ ഒരു ബോഡി ഒരുമിച്ച് നിൽക്കുമ്പോൾ there are interconnections, relations, interactions between all these aspects. അങ്ങനെ വരുമ്പോൾ അത് ഹ്യൂമൻ ബോഡിയുടെ വേർത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഫറെന്റ് സെൽസിനെയും ടിഷ്യൂസിനെയും ഓർഗൻസിനെയും എല്ലാം മാറ്റി വെച്ചിട്ട് ഡിഫറെന്റ് പീസുകളായിട്ട് എടുത്തു വെച്ചിട്ട് അത് കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. റൈറ്റ്, ഇതാണ് കൺസെപ്റ്റ്. അതായത് നമുക്ക് നോളജിനെ, എഡ്യൂക്കേഷനെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അളക്കാൻ സാധിക്കില്ല. പഠിച്ചതിൽ നിന്നും അദ്ദേഹം അതെങ്ങനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ആ ഒരു പല സോഴ്സുകളിൽ നിന്ന് അദ്ദേഹം കിട്ടിയ നോളജ്, ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയ നോളജ് വഴി അദ്ദേഹം കൂടുതൽ ബെറ്ററായി മാറുകയാണ് ചെയ്തത്. ആ നോളജ് ഗെയിൻ ചെയ്ത ആ സബ്ജക്റ്റുകൾ മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്, ആ സബ്ജക്റ്റുകൾ അദ്ദേഹം ഒരു റിയാലിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ there is a synergy created. ആ സിനർജിയാണ് എഡ്യൂക്കേഷൻ വഴി എയിം ചെയ്യുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതല്ല, എന്തൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ ആയ അദ്ദേഹം എന്താണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നോളജ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലുമായിട്ട് ചേർത്ത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അല്ലാതെ ആ ഇൻഡിവിജ്വൽ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ എഡ്യൂക്കേഷനാണ് നേടിയത് എന്നുള്ളതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതാണ് ഈ തിയറി പറയുന്നത്. അതായത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗെയിൻ. ഇറ്റ് ഈസ് ബിക്കോസ് ദി പാർട്സ് ആർ ഇന്റർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇവിടെ അദ്ദേഹം ഇപ്പൊ എഡ്യൂക്കേഷന്റെ പാർട്ട് എടുക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സുകളിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എഡ്യൂക്കേഷൻ നേടിയെടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ഓരോ സബ്ജക്റ്റുകളും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നതിലും
നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിലൊരു അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളായിട്ട് ഒരു ബെറ്റർ നോളജ്, അതിലുള്ളതിനേക്കാൾ കൂടുതൽ നോളജാണ് യഥാർത്ഥത്തിൽ ഗെയിൻ ചെയ്യുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ സിനർജി ദാറ്റ് ഇസ് ക്രിയേറ്റഡ്. കൺസെപ്റ്റ് കിട്ടിയോ? യെസ് സർ. ഇത് ഓർക്കുക, ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ എല്ലാ കാര്യങ്ങളെയും കൂടി ആഡ് ചെയ്യുന്നതിനേക്കാൾ വലുതായിരിക്കും അത് പൂർണ്ണമായിട്ടും ഒരു ഇന്റർ റിലേറ്റഡ് കോമ്പോണന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ. ഹ്യൂമൻ ബോഡിയുടെ എക്സാമ്പിൾ ഓർത്താൽ മതി. ഹ്യൂമൻ ബോഡി, ഞാനെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ അതിന്റെ വെർത്ത് എന്റെ ബോഡി പാർട്സുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് കൂട്ടിവെക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. ബിക്കോസ് ദർ ഇസ് എ സിനർജി ക്രിയേറ്റഡ്. അതാണ് ഗെസ്റ്റാൾട്ട് ഫിലോസഫി പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് എക്ലെക്റ്റിക് ഫിലോസഫി. എക്ലെക്റ്റിക് ഫിലോസഫി ഓർ എക്ലെക്റ്റിസിസം പറയുന്നത് ഈസ് നത്തിങ് ബട്ട് എ ഫ്യൂഷൻ ഓഫ് നോളജ് ഫ്രം ഓൾ സോഴ്സസ്. ഇവിടെ വേറെ ഒന്നുമല്ല, ഇവര് പുതുതായിട്ടൊരു തിയറിയോ പുതുതായിട്ടൊരു നോളജിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ട എല്ലാ തിയറീസും ശരിയാണ്. വളരെ എളുപ്പമല്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ തിയറീസും ശരിയാണ്. അതിന്റെ ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ബേസിക് പർപ്പസ് എന്താണ്, എഡ്യൂക്കേഷൻ ഫിലോസഫി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമേ എക്ലെക്റ്റിസം പറയുന്നുള്ളൂ. ഓക്കെ, സോ എക്ലെക്റ്റിസം ഈസ് നത്തിങ് ബട്ട് എ ഫ്യൂഷൻ ഓഫ് നോളജ് ഫ്രം ഓൾ സോഴ്സസ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ നോളജിന്റെയും ഒരു ഫ്യൂഷൻ. സോ ഇറ്റ് ഈസ് എ പെക്യുലർ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഫിലോസഫി ദാറ്റ് കമ്പൈൻസ് ഓൾ ഗുഡ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫ്രം വേരിയസ് ഫിലോസഫീസ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഫിലോസഫീസിലെയും നല്ല ഐഡിയാസും നല്ല പ്രിൻസിപ്പിൾസും എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫിലോസഫി. വൺ സെക്കൻഡ്, ഓഡിബിൾ ആണോ? ഓക്കെ, സോ അങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെയും കമ്പൈൻ ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞ എല്ലാ ഫിലോസഫിയുടെയും നല്ല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്ലെക്റ്റിസം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് അപ്രോച്ചസ് ഓർ എഡ്യൂക്കേഷൻ ഫിലോസഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. സോ സ്റ്റാർട്ട് ചെയ്ത ഐഡിയലിസം ആണ്, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, കൺസ്ട്രക്റ്റിവിസം, ഹ്യൂമനിസം, rationalism, empiricism, then existentialism, then behaviorism, then Gestalt philosophy, and eclectic philosophy. Anything? ഏതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടത് പറയും? Last one, sir. Last one is a mixture. Eclectic philosophy. It's a mixture. അതായത് ഒരു ഫ്യൂഷൻ എന്നൊക്കെ പറയാം. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ തിയറികളെയും ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ യു ഗെറ്റ് ദിസ്. എല്ലാ തിയറികളുടെയും നല്ല ആസ്പെക്റ്റുകൾ ചേർത്ത് കഴിഞ്ഞാൽ എക്ലെക്റ്റിസം പറയും. അല്ലാതെ അവരൊന്നിനെയും പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഏതാണ്? ക്ലിയർ ആണെന്ന്. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ടോപ്പിക്, അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷൻ ഓർ എഡ്യൂക്കേഷൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് അപ്രോച്ചസ് ആണ് പറഞ്ഞത്. ഒരു കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. എന്നാലും ഞാൻ വളരെ സിമ്പിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഏരിയസിലേക്ക് പോവാം. സോ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ നമുക്ക് 3 ഫോമിൽ ഡിഫൈൻ ചെയ്യാം. 3 തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളതായിട്ട് പറയാം. വൺ ഈസ് ഫോർമൽ എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഈസ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ആൻഡ് തേർഡ് ഈസ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് ഫോർമൽ എഡ്യൂക്കേഷൻ? ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ, കോളേജസ്, ഇതൊക്കെ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതായത് there will be a pre-planned and organized curriculum. അതാണ് അതിന്റെ മീനിങ്. കൃത്യമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഓർ സ്പോണ്ടേനിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഡേ ടു ഡേ കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റും നേടിയെടുക്കുന്ന നോളജ് എല്ലാം ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. അതായത് ഇമ്പാർട്ടഡ് ത്രൂ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫ്രം ഹോം ഓർ കമ്മ്യൂണിറ്റി. നമ്മൾ പല കാര്യങ്ങളും ഒരു സ്ട്രക്ചറിൽ നിന്നല്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ പുതിയ പല നോളജുകളും നമ്മൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന എല്ലാ നോളജും ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ടൈപ്പാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ.
നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റമാണ്, ഓർ യു ക്യാൻ സേ ഒരു ഓപ്പൺ എഡ്യൂക്കേഷൻ. നമ്മളായിട്ട് നമ്മളുടെ കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് നേടിയെടുക്കുന്ന നോളജിനെ നമുക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഫ്ലെക്സിബിൾ, ലൈക്ക് ഇഫ് യു ആർ ഡൂയിങ് എ ഓൺലൈൻ കോഴ്സ്, ഓക്കെ, അത് ലൈക്ക് ഒരു ഫോർമൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ 1ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10 +2 അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു ഫോർമൽ സ്ട്രക്ചറാണ്. ഒരു സ്കൂൾ ഓർ കോളേജസിൽ നമ്മൾ പഠിക്കാന്ന് പറയുന്നത് ഫോർമൽ സ്ട്രക്ചറാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ കോഴ്സുകൾ ചെയ്യുകയാണ്, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ ലൈക്ക് സ്വയത്തിൽ ഒരു കോഴ്സ് ചെയ്യുന്നു, ഇതെല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഒരു ഫ്ലെക്സിബിൾ ഓപ്പൺ സിസ്റ്റം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇമ്പാർട്ടഡ് ത്രൂ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്സ്. നമ്മളുടെ എഫേർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന, നമ്മളായിട്ട് പഠിച്ചെടുക്കുന്ന ചില അഡീഷണൽ ഏരിയാസ്, അഡീഷണൽ സബ്ജക്റ്റുകൾ, ടോപ്പിക്സ്, ഇതെല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. സോ ദർ ആർ 3 ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ: ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. 3 കൺസെപ്റ്റുകളൊന്നും ഓർക്കുക കേട്ടോ. സോ നോൺ ഫോർമൽ ക്ലിയർ അല്ലേ? Yes, sir. Okay. Yes, sir. Fine. Now, teaching models. Very, very, very important. There will be a question. ഒരു 90% സർട്ടനിറ്റിയോടുകൂടി ഒരു ക്വസ്റ്റ്യൻ പറയാവുന്ന ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചിങ് മോഡൽസ്. സോ ടീച്ചിങ് മോഡൽസിലേക്ക് വരുമ്പോൾ there are basically 3 മോഡൽസ്. മോഡൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡൽസ് മാത്രമല്ല ലെവൽസും കൂടി കൂടിച്ചേർത്താണ് ഞാൻ 90% പറഞ്ഞത്. മോഡൽസ് മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. സോ മോഡൽസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ലെവലിലുള്ള മോഡലാണ് പെഡഗോജി. പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ കൺവെൻഷണൽ അപ്രോച്ച്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ്. സോ ടീച്ചർ അസ്യൂംസ് പ്രൈമറി റോൾ. ഇപ്പൊ സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ ടീച്ചർ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് പെഡഗോജി എന്ന് പറയാം. ഓക്കെ, അതായത് ടീച്ചറാണ് അവിടെ എഡ്യൂക്കേഷനെ പൂർണ്ണമായിട്ടും എന്ത് പഠിപ്പിക്കണം, ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഡിസിഷൻ ടീച്ചറാണ് എടുക്കുന്നതെങ്കിൽ അതിനെ പെഡഗോജിക്കൽ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ടീച്ചറുടെ ഭാഗത്തു നിന്നും ഡിഫറെന്റ് സ്റ്റേജസിലൂടെയുള്ള ഒരു പ്രീ പ്ലാനിങ് ഉണ്ട്. ആ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് അദ്ദേഹം ക്ലാസ് റൂമിൽ വന്നിട്ട് എന്ത് ഡെലിവർ ചെയ്യണം, എന്തൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ രീതിയിലാണ് ഡെലിവർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ദർ ആർ ഡിഫറെന്റ് സ്റ്റേജസ്. പെഡഗോജിക്കൽ ലെവൽ ആണെങ്കിൽ അവിടെ ഡിഫറെന്റ് സ്റ്റേജസ് പറയാം. ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റേജ്, ദെൻ അത് പ്രസന്റേഷൻ നടത്തുന്നു, ദെൻ പ്രസന്റേഷൻ നടത്തിയതിനു ശേഷം അസോസിയേഷൻ, അതായത് കറക്റ്റ് ആണോ, ഈ ഡിഫറെന്റ് കൺസെപ്റ്റുകളെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് അസോസിയേഷൻ, ദെൻ ജനറലൈസേഷൻ, റിയാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്നു, ആൻഡ് ആപ്ലിക്കേഷൻ. സോ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർക്കണ്ട. എനിക്കിവിടെ ഓർക്കേണ്ടത് പെഡഗോജി എന്താണെന്ന് മാത്രമാണ്. പെഡഗോജി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമുക്ക് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് എന്ന് ഡിഫൈൻ ചെയ്യാമെങ്കിലും സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിനെയാണ് നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് റോൾ അസ്യൂം ചെയ്യുന്നത് ടീച്ചറാണ്. ഓക്കെ, രണ്ടാമത്തെ ലെവൽ ആന്ത്രഗോജി. ആന്ത്രഗോജി എന്ന് പറഞ്ഞാൽ ഹിയർ ദി ലേണർ ഈസ് മോസ്റ്റ്ലി സെൽഫ് ഡയറക്റ്റഡ്. അതായത് ഇവിടെ ലേണർ സെന്റേഡ് ആണ് കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ. He is mostly responsible for his own learning. The students not only receive knowledge, but they interpret through discovery. അതായത് സ്റ്റുഡൻറ് സെറ്റ് their pace of own learning. അതായത് സെൽഫ് ലേണിംഗ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന രീതിയാണ് ആന്ത്രഗോജി. കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹ്യൂട്ടഗോജി എന്നും പറയാം. അതായത് ആന്ത്രഗോജിയിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ പോലെയാണ്. ടീച്ചർ ഇവിടെ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അവർ റിസർച്ചുകൾ ചെയ്യും, കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അവരുടേതായ ഒരു ഇനീഷ്യേറ്റീവോട് കൂടിയായിരിക്കും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള സ്റ്റുഡൻറ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആയിരിക്കും ആന്ത്രഗോജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലെവലിലേക്ക് പോകാമല്ലോ. മൂന്നാമത്തെ ലെവലാണ് ഹ്യൂട്ടഗോജി. ഹ്യൂട്ടഗോജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കിപ്പോൾ റിസർച്ച് ലെവലിലൊക്കെ ഹ്യൂട്ടഗോജിയാണ്. അതായത് ബേസിക്കലി സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ്. സെൽഫ് ഡിറ്റർമിൻഡ് ലേണിംഗ് ഇൻ ദി സെൻസ് സ്റ്റുഡൻ്റ് ആയിട്ട് തീരുമാനിക്കും എന്താണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ ദി ലേണേഴ്സ് ആർ ഹൈലി ഓട്ടോണമസ്. അവരാണ് എങ്ങനെ പഠിക്കണം, ഏത് ഏരിയ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തീരുമാനിക്കുന്നത്. സോ ദി എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സ് കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി വിത്ത് ദി ഗോൾ ഓഫ് producing learners who are well prepared for the complexities of today's workplace. So basically ഇത്തരത്തില് ഒരു ലേണിംഗ് എന്ന് പറയുമ്പോൾ
സ്റ്റുഡൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നു, സ്റ്റുഡൻ്റ് ആയിട്ട് തീരുമാനിക്കുന്നു എന്താണ് പഠിക്കേണ്ടതെന്നും എന്താണ് ഏത് ഏരിയ അവർക്ക് അവരുടെ കരിയറിന്റെ ഭാഗമാക്കി വരണം, അങ്ങനെയുള്ള ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് സ്റ്റുഡൻ്റ് ആയിരിക്കും. സ്റ്റുഡൻ്റ് ആ ഏരിയയെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നുള്ള ഒരു റോള് മാത്രമായിരിക്കും ടീച്ചർ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഈസ് ഡബിൾ ലൂപ്പ് ലേണിംഗ്. ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലേൺ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, റീലേൺ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സാണ്. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് പഠിക്കുമ്പോൾ പറയാം. സോ ഡബിൾ ലൂപ്പ് ലേണിംഗ് ഒക്കെ പ്യൂട്ടഗോഗിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ സോ ദർ ആർ ത്രീ ഡിഫറെന്റ് മോഡൽസ് ഇൻ ടീച്ചിങ്. ഏറ്റവും ബേസിക് ലെവലിൽ പെഡഗോജി, ദെൻ നെക്സ്റ്റ് ലെവൽ ഈസ് ആന്ത്രഗോജി ആൻഡ് തേർഡ് ലെവൽ ഈസ് പ്യൂട്ടഗോജി. സോ പെഡഗോജിയെ നമുക്ക് ഒരു എൻഗേജ്മെന്റ് ആയിട്ട് പറയാം. ആന്ത്രഗോജി ഒരു കൾട്ടിവേഷൻ ആണ്, എന്നാൽ പ്യൂട്ടഗോജി ഒരു റിയലൈസേഷൻ ആണ്. ആ ടേംസിൽ തന്നെ ഇതിന്റെ മീനിങ് ഉണ്ട്. പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ് ഇവിടെ സെന്റർ, ടീച്ചറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എന്താണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് പൂർണ്ണമായിട്ടും ടീച്ചർ സെന്റേഡ് ആയിരിക്കും. കുറച്ചുകൂടി മുകളിലേക്ക് എന്ത് സംഭവിക്കും, അവിടെ സ്റ്റുഡന്റ് ഏത് ഏരിയയിലേക്ക് ഡിസ്കഷൻ കൊണ്ടുപോകണം തീരുമാനിക്കും. സ്റ്റുഡൻസ് ആയിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തും, അവരായിട്ട് പ്രസന്റേഷൻസ് നടത്തും. സോ സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് വരും. ദിസ് ഈസ് കോൾഡ് ആന്ത്രഗോജി. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടതെന്ന് വരെ സ്റ്റുഡന്റ് ആയിട്ട് തീരുമാനിക്കും. സോ സ്റ്റുഡന്റ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, അതാണ് റിയലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് പ്യൂട്ടഗോജി. എനി ഡൗട്ട്? No, sir. Clear, sir. ഓക്കെ, സോ 3 ലെവൽസ് ഓർക്കുക. ഇനി ലെവൽസ് ഓഫ് ടീച്ചിങ്. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തത് ടീച്ചിങ് മോഡൽസ് ആണ്. 3 മോഡൽസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 ലെവൽസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമുക്ക് ബേസിക്കലി ദർ ആർ 3 ലെവൽസ് ഓഫ് ടീച്ചിങ്. ഏറ്റവും ബേസിക് ലെവലിൽ മെമ്മറി ലെവൽ ടീച്ചിങ്, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്, ആൻഡ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് ലെവലാണ്, കാണാപ്പാഠം പഠിക്കുന്ന രീതി. ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്റ്റുഡൻസ് ഏറ്റ് ചൊല്ലി കാണാപ്പാഠം പഠിക്കുന്ന രീതിയാണെങ്കിൽ അതൊരു തോട്ട്ലെസ് ടീച്ചിങ് ഒരു മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. മനസ്സിലാക്കിയത് അപ്ലൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, സോ സിംപ്ലി ഇത്രയുമാണ് 3 കൺസെപ്റ്റുകൾ. മെമ്മറി ലെവൽ, കാണാപ്പാഠം പഠിക്കുന്ന ബൈ റോട്ട് എന്ന് പറയാം, ആ രീതിയിലുള്ള പഠന രീതിയാണ് മെമ്മറി ലെവൽ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി സ്റ്റുഡൻസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലായി. അതിന് മുകളിൽ റിഫ്ലക്റ്റീവ് ലെവൽ, പഠിച്ച കാര്യങ്ങൾ അവരായിട്ട് അപ്ലൈ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയാം. ഓക്കെ, ഈ 3 ലെവൽ കൂടാതെ there is a ലെവൽ കോൾഡ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ. അവിടെയാണ് യഥാർത്ഥത്തിൽ ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത്, എന്നാൽ ടീച്ചിങ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നില്ല. അതായത് ഒരു കുട്ടി സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? ജനിച്ചതിന് ശേഷം 4 വയസ്സ് വരെ അദ്ദേഹം ഒന്നും പഠിക്കാതിരിക്കുമല്ലോ, പല കാര്യങ്ങളും ചെയ്തും കണ്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചെടുക്കുന്ന ഒരു ടീച്ചറുടെ സപ്പോർട്ട് ഇല്ലാതെ സ്റ്റുഡന്റ് ലേൺ ചെയ്യുന്ന രീതിയെയാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിൽ പറയുന്നത്. ഓക്കെ, സോ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ ഈസ് സ്റ്റുഡന്റ് സെൻട്രിക്. ടീച്ചേഴ്സ് ഫംഗ്ഷൻ ഇസ് വെരി ലിറ്റിൽ. ഈ ഒരു ലെവലിൽ ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നെഗറ്റീവ് ആണ്, അത് ഒരു ടീച്ചറുടെ ഒരു റോൾ അവിടെ വരുന്നില്ല. സോ ദർ ഈസ് നോ ഓർ ലിറ്റിൽ ലീഡർഷിപ്പ്, നോ ഡയറക്ഷൻ, മേ നോട്ട് ബി എനി കൊയേഷൻ, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന രീതി ഒന്നും ഉണ്ടാവില്ല. അതേപോലെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, ഇമ്പോസിഷൻ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ടീച്ചർ അവിടെ വരുന്നില്ല, ടീച്ചറുടെ റോൾ നെഗറ്റീവ് സെൻസിൽ മാത്രമാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് സംതിങ് ദാറ്റ് ജസ്റ്റ് നാച്ചുറലി ഹാപ്പൻസ്. അല്ലേ, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നോർമലി ഹാപ്പൻ ചെയ്യുന്നതാണ്. ആ നോർമലി അദ്ദേഹം നേടിയെടുക്കുന്ന എല്ലാ നോളജും ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ദിസ് ഒബ്വിയസ് ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് ഈസ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ഫോർ എനി കൈൻഡ് ഓഫ് ഫോർമൽ ടീച്ചിങ്. സോ ഈ ലെവലിലേക്ക് വരുമ്പോൾ ഒരു ഫോർമൽ ടീച്ചിങ്ങിന്റെ ആവശ്യമില്ല. സ്റ്റുഡന്റ് തനിയെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കണ്ട് തിരിച്ചറിയുന്ന കാര്യങ്ങൾ, കേട്ട് തിരിച്ചറിയുന്ന കാര്യങ്ങൾ, തൊട്ട് തിരിച്ചറിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലാണ്. ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് നോർമലി മെമ്മറി ലെവൽ വരുന്നത്. അതായത് കുട്ടി സ്കൂളിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. സോ സ്കൂളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ്.
ഇവിടെ വരുമ്പോൾ it is concerned with memory and mental ability that is there in all existing living beings. So teaching at a memory level is considered to be the lowest level of teaching. ഇവിടെ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി? ഇവിടെ സംഭവിക്കുന്നത് തിങ്കിങ് എബിലിറ്റി ഡസ് നോട്ട് പ്ലേ എനി റോൾ. ചിന്തിക്കാനല്ല പറയുന്നത് കുട്ടികളോട്. ഈ പറയുന്ന ചൊല്ലിത്തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്പറുകൾ കാണാതെ പഠിക്കാനായിരിക്കും പറയുന്നത്. സോ അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തോ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയോ പഠിപ്പിച്ചെടുക്കുന്ന രീതിയാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ വരുന്നത്. സോ സ്റ്റുഡൻസ് ക്യാൻ ക്രാം ദി ഫാക്ട്സ്. ചില വർഷങ്ങളോ ഫോർമുലാസോ ഇൻഫർമേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ അവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. Then the teaching is nothing but learning the subject matter by rote. ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുന്ന ആ ഒരു രീതി മാത്രമാണ്, പഠിപ്പിക്കുന്ന ഒരു രീതി മാത്രമാണ്, അല്ലാതെ വേറൊന്നും തന്നെ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. So the role of teacher is prominent and the role of student is secondary. Because ടീച്ചറാണ് അവിടെ എന്ത് സ്റ്റുഡൻറ്റ് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ടീച്ചറുടെ റോളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദി സ്റ്റഡി മെറ്റീരിയൽ ഈസ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്രീ പ്ലാൻഡ്. ടീച്ചർ പ്രസൻസ് ദി സ്റ്റഡി മെറ്റീരിയൽ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. സോ ഏറ്റവും ബേസിക് ലെവലിലുള്ള കോഗ്നിറ്റീവ് ലെവൽ ടീച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ടീച്ചർ തീരുമാനിക്കുന്നു. പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ വന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഫാക്റ്റുകൾ മഗ്ഗപ്പ് ചെയ്യാൻ പഠിപ്പിച്ച് സ്റ്റുഡൻസിനെ കൊണ്ട് മനസ്സിലാക്കിയെടുപ്പിക്കുന്നു. ഈ രീതിയാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ വരുന്നത്. മെറിറ്റ്സ് പറയാം. മെമ്മറി ലെവൽ ടീച്ചിങ് ആണെങ്കിൽ എന്തൊക്കെയാ? ഏറ്റവും ലോസ്റ്റ് ലെവൽ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ടീച്ചിങ് മാത്രമാണ്. ദെൻ ടീച്ചറുടെ റോൾ കൂടുതലാണ്, ടീച്ചറായിട്ട് തന്നെ കൂടുതൽ എഫേർട്ട് എടുക്കും. ദെൻ നോളജ് അക്വയർഡ് അറ്റ് മെമ്മറി ലെവൽ ഈസ് ദി ബേസിസ് ഫോർ ഫർദർ നോളജ്. ഇവിടെ പഠിച്ചെടുക്കുന്ന ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ലൈക്ക് നമ്പറുകളൊക്കെ പഠിച്ചെടുക്കുന്ന ഈ ലെവലിലല്ലേ, ഇതായിരിക്കും പിന്നീടുള്ള ഹയർ ലേണിംഗിൽ അവർക്ക് ഏറ്റവും ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ മെമ്മറി ലെവൽ ടീച്ചിങ് ആക്ട്സ് ആസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് കഴിഞ്ഞാണ് ബാക്കിയുള്ള ലെവൽ ഓഫ് ടീച്ചിങ് എല്ലാം വരുന്നത്. ഡീമെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും? കാണാപ്പാഠം പഠിക്കുന്നതിൽ നിന്ന് ഓർത്താൽ മതി. എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ട്? ലൈക്ക് ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് കേപ്പബിലിറ്റീസ്. സ്റ്റുഡന്റ് ഒരു കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നില്ല. സ്റ്റുഡന്റ് ഇവിടെ കാണാപ്പാഠം പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, സിൻസ് അറ്റ് ദിസ് ലെവൽ സ്റ്റുഡൻസ് ലേൺ ബൈ റോട്ട്, ദി നോളജ് ഗെയിൻഡ് ഡസ് നോട്ട് പ്രൂവ് ഹെൽപ്ഫുൾ. അവർ കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന ഈ നോളജ് അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുക, എന്നാലും റിയലി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാണാപ്പാഠം പഠിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റിൽ മാത്രമേ ഇത്തരത്തിലൊരു ട്രെയിനിങ് ഹാപ്പൻ ചെയ്യൂ. കാണാപ്പാഠം പഠിപ്പിക്കുന്ന രീതിയാണ് അത് അവിടെ ആ ഒരു ചെറിയ ക്ലാസ് റൂമിലാണ് നോർമലി ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ ഇന്റലിജൻസ് ഡസ് നോട്ട് ക്യാരി എനി ഇമ്പോർട്ടൻസ്. ഇന്റലിജൻസിന് ഇവിടെ സിഗ്നിഫിക്കൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇതെല്ലാമാണ് ഫസ്റ്റ് ലെവൽ മെമ്മറി ലെവൽ ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, കൺസെപ്റ്റ്. സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഈസ് ടു പെർസീവ് ദി മീനിങ്. ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാണ്, ഗ്രാസ്പ് ദി ഐഡിയ ആൻഡ് കോംപ്രിഹെൻഡ് ദി മീനിങ്. ഇവിടെ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കുക, എന്താണ് ആ കാര്യമെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലായി. സോ ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി ദി മീനിങ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി മൂന്ന് രീതിയിലാകാം. ഒന്ന്, സീയിങ് ദി ടോട്ടൽ യൂസ് ഓഫ് ഫാക്ട്സ്. ഇപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഒരു കാര്യത്തിന്റെ ഉപയോഗം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതേപോലുള്ള മറ്റു കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ മറ്റു ഉപയോഗങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേപോലെ സീയിങ് റിലേഷൻഷിപ്പ്, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുക. ദെൻ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഗെയിൻ ചെയ്യുക. ഇതെല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണ്. സോ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതുപോലുള്ള മറ്റ് ഒബ്ജക്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്ങിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, സോ മെമ്മറി ലെവൽ ടീച്ചിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് കൂടുതൽ ഉയരത്തിലാണ്. ബിക്കോസ് ഇവിടെ വരുമ്പോൾ അവർ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് റിയാലിറ്റിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ മെറിറ്റ്സ്. ഫസ്റ്റ്, അറ്റ് ദിസ് ലെവൽ ഓഫ് ടീച്ചിങ് സ്റ്റുഡൻസ് ക്യാൻ യൂസ് ദെയർ തിങ്കിങ് എബിലിറ്റീസ്. ചിന്തിക്കാൻ സാധിക്കും. ബിക്കോസ് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപോലുള്ള മറ്റ് ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് സംഭവിക്കുന്നത്. ദെൻ നോളജ് അക്വയർഡ് അറ്റ് ദിസ് ലെവൽ ഫോംസ് ദി ബേസിസ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇനി മുകളിലുള്ള ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. അതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് ഈ ഒരു ലെവൽ ആക്ട് ചെയ്യും. ദെൻ ഹിയർ ദി ടീച്ചർ പ്രസന്റ് സബ്ജക്ട് മാറ്റർ ബിഫോർ ദി സ്റ്റുഡൻസ് ഇൻ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സീക്വൻഷ്യൽ ഫോം. അതായത് കണക്ഷൻസ് കിട്ടണം. സോ ഒരു സീക്വൻഷ്യൽ ഫോമിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കണം.
ഓക്കെ, ഒരു കാര്യം നടന്നതിന് ശേഷമാണ് അടുത്ത കാര്യം നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ മാത്രമേ സാധിക്കൂ. ദെൻ നെക്സ്റ്റ് ഹിയർ ദി സ്റ്റുഡൻസ് ഡു നോട്ട് ലേൺ ബൈ റോട്ട്. കാണാപ്പാഠം പഠിക്കുന്ന രീതിയിൽ അവർ മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അവരങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് അവർക്ക് അത് ഉപയോഗിക്കാനും സാധിക്കും. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ടീച്ചിങ് അറ്റ് ദിസ് ലെവൽ ഈസ് സബ്ജക്ട് സെൻറ്റേഡ്. ബേസിക്കലി ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുക, ആ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നത്. ദർ വിൽ നോട്ട് ബി മച്ച് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻറ് ആൻഡ് ടീച്ചർ. അതൊരു ലിമിറ്റേഷനാണ്. ടീച്ചർ സ്റ്റുഡൻറ് ഇന്ററാക്ഷൻ കുറവായിരിക്കും. ആൻഡ് ടീച്ചിങ് മാസ്റ്ററിയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ആ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, ആ ടോപ്പിക്ക് കൃത്യമായിട്ട് കുട്ടികൾ പഠിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെവലാകുമ്പോൾ റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ എന്ന് കൂടി പറയാം. അതായത് റിഫ്ലക്റ്റിംഗ് ഓൺ സംതിങ് മീൻസ് ഗീവിങ് കെയർഫുൾ തോട്ട് ടു സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു കാര്യത്തെ പറ്റി പഠിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് അതിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. സോ ഇറ്റ് ഓൾസോ മീൻസ് തിങ്കിങ് ഡീപ്ലി അബൌട്ട് സംതിങ്. ഒരു കാര്യത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കാനുള്ള എബിലിറ്റി വരുന്നത് ഈ റിഫ്ലക്റ്റീവ് ലെവലിലാണ്. സോ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് ടു ബി ദി ഹൈയസ്റ്റ് ലെവൽ at which teaching is carried out. അതായത് ഇറ്റ് ഈസ് ഹൈലി തോട്ട്ഫുൾ ആൻഡ് യൂസ്ഫുൾ. കൂടുതൽ ചിന്ത വരുന്ന ഒരു ലെവലാണ്. കൂടുതൽ ചിന്തിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഉപകാരപ്പെടുകയും ചെയ്യും. Then a student can attain this level only going through memory level and understanding level. പ്രീവിയസ് ലെവൽ കവർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ മെമ്മറി ലെവൽ വേണം, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും വേണം. അതിന് മുകളിലെത്തിയാൽ മാത്രമേ റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്താൻ സാധിക്കൂ. Then teaching at reflective level enables students to solve real problems of life. ഇവിടെ വരുമ്പോൾ അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ബിക്കോസ് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറേണ്ടത്, അല്ലെങ്കിൽ റിയൽ ലൈഫ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി റിഫ്ലക്റ്റീവ് ലേണിംഗ് വഴി സ്റ്റുഡൻസിന് കിട്ടും. ദെൻ അറ്റ് ദിസ് ലെവൽ സ്റ്റുഡൻസ് ഇറ്റ്സ് മെയ്ഡ് ടു ഫേസ് ദ റിയൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. അവരുടെ റിയൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയും അത് സോൾവ് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ എബിലിറ്റീസ് ഗെയിൻ ചെയ്യാനും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യും. Then at this level emphasis is laid on identifying the problem, defining it and finding solution to it. അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുമുള്ള എബിലിറ്റി സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിഫ്ലക്റ്റീവ് ലെവൽ എയിം ചെയ്യുന്നത്. Then the role of teacher at this level is democratic. മീൻസ് സ്റ്റുഡൻറ് സെൻട്രിക് ആണ് കൂടുതലായിട്ടും. സ്റ്റുഡൻ്റ് ആയിട്ട് അവരുടെ ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡിസ്കഷൻസ് ഹാപ്പൻ ചെയ്യും. സോ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഫെസിലിറ്റേറ്ററെ പോലെയാണ്. സോ ടീച്ചർ അവിടെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുക, സ്റ്റുഡൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇന്ററാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, അവരായിട്ട് ഡിസ്കഷൻസ് നടത്താം. ദർ മേ ബി സം കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് ഓർ സെമിനാർസ് ഓർ ലൈക്ക് വൈസ്, അതെല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറുടെ ഉത്തരവാദിത്വം. ദെൻ ദി റോൾ ഓഫ് സ്റ്റുഡൻസ് ഈസ് ക്വൈറ്റ് ആക്റ്റീവ്. സ്റ്റുഡൻറ് ബേസ്ഡ് ആണ്, സ്റ്റുഡൻറ് സെൻട്രിക് ആണെന്ന് പറയാം. അവരായിട്ട് അവരുടെ ഐഡിയാസ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അവർ കൂടുതൽ ചിന്തിക്കും. ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുകയും ചെയ്യും. Then reflective level teaching is that which is problem centered and the student is busy in original imagination. അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലേക്ക് ഒരു പ്രോബ്ലം കിട്ടുകയും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് ചിന്തിക്കുകയും ചെയ്യുന്ന ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, സോ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ടീച്ചിങ് അറ്റ് ദിസ് ലെവൽ ഈസ് നോട്ട് ടീച്ചർ സെൻറ്റേഡ് ഓർ സബ്ജക്ട് സെൻറ്റേഡ്, ഇറ്റ് ഈസ് ലേണർ സെൻറ്റേഡ്. ടീച്ചർ സെൻറ്റേഡ് ആയിരുന്നു ഏറ്റവും ബേസിക് ലെവലിലെ മെമ്മറി ലെവലിൽ, സബ്ജക്ട് സെൻറ്റേഡ് ആയിരുന്നു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ, ഇവിടെ ലേണർ സെൻറ്റേഡ് ആണ്. സ്റ്റുഡൻറ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള എഫേർട്സ് ആയിരിക്കും ക്ലാസ് റൂമിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ദെൻ there is an interaction between teacher and the taught at the reflective level teaching. Interactions കൂടും. Then at this level teaching is appropriate for higher classes. Higher educationൽ ഫോളോ ചെയ്യേണ്ട ടീച്ചിങ് മെത്തേഡ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ. ആൻഡ് at this level teaching is highly thoughtful and useful than the previous levels. ഇതിനു മുമ്പ് പറഞ്ഞ രണ്ട് ലെവൽസിനേക്കാളും കൂടുതൽ ഹയർ ക്വാളിറ്റിയിലായിരിക്കും ടീച്ചിങ് നടക്കുന്നത്. ഓക്കെ, ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ നോട്ട് suitable ഫോർ സ്മോൾ ചിൽഡ്രൻ. അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ ഈസ് നെയ്തർ ഓർഗനൈസ്ഡ് നോർ പ്രീ പ്ലാൻഡ്. ബിക്കോസ് സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അവരായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ടോപ്പിക്സും അവരായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിസ്കഷൻസും ആയിരിക്കും ക്ലാസ് റൂമിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി 3 മെത്തേഡ്സ്, 3 ലെവൽസ് ഓഫ് ടീച്ചിങ്. ക്ലിയർ ആണോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ?
First is memory level, then comes understanding level, and third is reflective level. Confusion എന്തെങ്കിലും ഉണ്ടോ? Clear ആണ്. Okay. So ഇനി ടീച്ചിങ്ങിൽ നിന്ന് 2-3 ചെറിയ കൺസെപ്റ്റുകൾ പറയാനുണ്ട്. ഒന്നാമത്തത് എയിം ഓഫ് ടീച്ചിങ്. ടീച്ചിങ് എയിമിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് പല കൺസെപ്റ്റുകളുണ്ട്. എയിംസ് ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ ടീച്ചിങ് കൺസെപ്റ്റുകൾ പല രീതിയിലാണ്. ഒന്ന് ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ ബിഹേവിയറിൽ നമ്മൾ ഡിസയർ ചെയ്യുന്ന ചേഞ്ചസ് കൊണ്ടുവരുവാണെങ്കിൽ അത് ടീച്ചിങ് ആണ്. ഓക്കെ, ടീച്ചിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്: ടു ബ്രിങ് ചേഞ്ചസ്. സ്റ്റുഡൻസിന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. Then there is another term called conditioning. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ദി ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്. ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന എഫേർട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയും. മൂന്നാമതായിട്ട് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഷേപ്പിംഗ് ദി ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. സോ കോഡ് ഓഫ് കണ്ടക്ട് കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല, കണ്ടക്ട് ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബിഹേവിയർ ബെറ്റർ ആക്കുക. ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് വേണ്ട ഡിസൈഡ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അവർക്കൊരു പ്രോപ്പർ കണ്ടക്ട് ക്രിയേറ്റ് ചെയ്യുകയും ട്രെയിനിങ് വഴിയാണ് നേടിയെടുക്കുന്നത്. ദെൻ ദർ ഈസ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ മീൻസ് അക്വിസിഷൻ ഓഫ് നോളജ്. നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു മീൻസ് ആയിട്ടാണ് ഇൻസ്ട്രക്ഷനെ പറയുന്നത്. ആൻഡ് ഇൻഡോക്ട്രിനേഷൻ. ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ലൈക്ക് ഇപ്പോൾ റിലീജിയസ് ബിലീഫ്സ് ഒക്കെ ഡോക്ട്രിനേഷൻ എന്ന് പറയും. സോ അത്തരത്തിലൊരു ബിലീഫ് സ്റ്റുഡൻസിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ ഇൻഡോക്ട്രിനേഷൻ എന്നാണ് പറയുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് മോഡ്സ് ഇൻ ടീച്ചിങ്. ആ മോഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ: ബിഹേവിയറൽ ചേഞ്ച്. കണ്ടീഷനിങ് ആണെങ്കിൽ ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ദെൻ ട്രെയിനിങ് ആണെങ്കിൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട് നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്യുക. ദെൻ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നോളജ് അക്വയർ ചെയ്യിപ്പിക്കുക. ആൻഡ് ഇൻഡോക്ട്രിനേഷൻ ആണെങ്കിൽ ഫോർമേഷൻ ഓഫ് ബിലീഫ്. ഓക്കെ, ജസ്റ്റ് ഓർക്കുക. അത് തന്നെയാണ് ഒബ്ജക്റ്റീവിലും നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടു ബ്രിങ് ഡിസൈഡ് ചേഞ്ച്. ദാറ്റ് ഈസ് ടീച്ചിങ്, റൈറ്റ്? ഡിസൈഡ് ചേഞ്ചസ് ഇൻ പീപ്പിൾ. നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ടീച്ചിങ് ആണ്, ബിഹേവിയറൽ ചേഞ്ച്. ദെൻ ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. ദെൻ അക്വിസിഷൻ ഓഫ് നോളജ്, ഇൻസ്ട്രക്ഷൻ ടു ഇംപ്രൂവ് ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്, ഫോർമേഷൻ ഓഫ് ബിലീഫ്, ഇൻഡോക്ട്രിനേഷൻ, ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് എഫിഷ്യന്റ് മെമ്പർ ടു ദി സൊസൈറ്റി. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആയിട്ട് പറയാം. അതായത് ഇങ്ങനെ കുറച്ച് ഏരിയാസ് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി അറിയാൻ പറ്റും. Questions may be like this: which of the following can be considered as an objective of teaching? എന്നൊരു ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് there will be 6 or 7 objectives. അതിൽ നിന്നും നിങ്ങൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 3-4 ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഐ വിൽ ഷോ യു സം ക്വസ്റ്റ്യൻസ് ആസ് വെൽ. സോ റിമെമ്പർ ദിസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Do you know what is multiple option based questions? ഓപ്ഷൻ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതായത് നമ്മളോടിപ്പോ ഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയൊക്കെ ഇപ്പൊ വിട്ടു. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കൂടുതലായിട്ടും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു ടീച്ചിങ് എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നോട്ട് ഐഡന്റിഫൈ ചെയ്യണം. നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 4 or 5 or 6 ഓപ്ഷൻസ് വിൽ ബി ദേർ. ഈ 6-7 ഓപ്ഷൻസ് വന്നിട്ട് അതിൽ നിന്നും 1 and 2, 1, 3 and 4, 1, 4 and 5 ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരിക. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസിനാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. ഏറ്റവും റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ സാധിക്കൂ. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആറെന്ന് ചോദിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ്. നോട്ട് എന്ന് ചോദിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂടും. UPSC ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെയൊക്കെ. UPSCക്കാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നെറ്റ് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ കൂടുതൽ പഠിക്കണം. Then different variables in teaching. There are 3 variables in teaching. 3 വേരിയബിൾസ് ആണ് ടീച്ചിങ്ങിൽ പറയുന്നത്. ഒന്ന് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. Then there is teacher is the independent variable, and there is intervening variables like methods and techniques in teaching. Okay,
വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറയാവുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ സ്റ്റുഡന്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ടീച്ചർ ഇസ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ടീച്ചർ ഡിസൈഡ്സ് എവരിതിങ്. ടീച്ചർ യൂസസ് ദി ഇന്റർവീനിങ് വേരിയബിൾസ് ലൈക്ക് മെത്തേഡ്സ്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് ടെക്നിക്സ് യൂസ് ചെയ്യണം, അതൊക്കെ ടീച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ദാറ്റ് ഈസ് ഇന്റർവീനിങ് വേരിയബിൾ. ഓക്കെ, റിക്വയർമെന്റ്സും ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന 3 വേരിയബിൾസ് ഉണ്ടാവണം. All the 3 variables in teaching, that is student must be there, teacher must be there, and there must be some intervening variables like methods and techniques. Then there must be professionalism, because teaching happens in a professionalism environment. Okay, then comes a suitable environment. Teacher student relationship must be there. Then students discipline and learners devotion to teaching. ഇങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ടീച്ചിങ് എന്തുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. there was some questions like this, അതുകൊണ്ടാണ്. then factors, same thing, എല്ലാ വേരിയബിൾസും ഉണ്ടാവണം ടീച്ചിങ്ങിനകത്ത്. then teacher student relationship must be there. methods ഉണ്ടാവണം ടീച്ചിങ്ങിന്. then teacher administrator relationship like teacher institution relationship and social environment. ഇതെല്ലാം ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് that will affect teaching. സോ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വിട്ടേ ഉള്ളൂ. ഐ ഷോ യു സം ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ലെറ്റ്സ് സീ സം ക്വസ്റ്റ്യൻസ്. ഐ വാണ്ട് യു ടു ആൻസർ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following best reflects quality of teaching in a classroom? The best quality of teaching in a classroom through the use of teaching aids, many teaching aids in the classroom, through full attendance in the classroom, through the quality of questions asked by students in the classroom, through observation of silence by students in the classroom. ഏതാണ് C. Okay. Anyway, very good. So ഇപ്പോൾ കണ്ട ഈ ഒരു പാറ്റേൺ ഇല്ലേ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ക്ലാസ് റൂം എൻവയോൺമെന്റിലേക്ക് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ റൈറ്റ് ആൻസർ സി ആണ്. കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി, ആ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനർത്ഥം ടീച്ചിങ് ഹാപ്പൻ ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിട്ടാണ്. ഓക്കെ, ദെൻ ഇത്തരത്തിൽ അപ്ലൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി ഫീൽഡ് ഓഫ് സ്റ്റഡി വിച്ച് യൂസസ് റോൾ പ്ലേയിങ്, സിമുലേഷൻ, സെൽഫ് ഇവാലുവേഷൻ ആർ സ്ട്രാറ്റജീസ് ഫോർ അഡൾട്ട് ലേണേഴ്സ് ഇസ് നോൺ ആസ്. There is no pedagogy. 2. Okay, right answer is andragogy. Anthropology alla, andragogy. Got some answers like that. Okay, anyway, andragogy ആണ് ആൻസർ. നമ്മൾ പറഞ്ഞിരുന്നു പെഡഗോജി, ആന്ത്രഗോജി ആൻഡ് ഹ്യൂട്ടഗോജി 3 ലെവൽസ്. Then അടുത്തത്, which of the following set of statements best describe the nature and objectives of teaching? കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്ങിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് യുവർ ആൻസർ യൂസിങ് ദി, സെലക്ട് ചെയ്യുക, കോഡ് സെലക്ട് ചെയ്യുക. 6 ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. Then there is no difference between teaching and training. Then concerns of all teaching is to ensure some kind of transformation in students. All good teaching is formal in nature. A teacher is a senior person and teaching is a social act, whereas learning is a personal act. Okay, tell me. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്തു. 1 and 3. Okay, 1 and 3. Option C. 1, 3 and 6, right? 6. Right. 4, 5 and 6. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഏറ്റവും തെറ്റായിട്ടുള്ള ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുക കേട്ടോ. അത് ഞാൻ പറഞ്ഞു, എലിമിനേഷൻ ആണ് ഏറ്റവും നല്ല ടെക്നിക്. ഇവിടെ ഏറ്റവും തെറ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത് ഏതാ? എനിക്ക് തോന്നുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള ആൻസർ ഇതാണ്. ദിസ് വൺ ഈസ് റോങ്, റൈറ്റ്? 5 is wrong. എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സീനിയർ പേഴ്സൺ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. സോ ഫിഫ്ത് വൺ ഇസ് ഗോൺ. ഫിഫ്ത് വൺ പോകുമ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കി, ഡി ഈസ് ഗോൺ, ബി ഈസ് ഗോൺ ആൻഡ് ടി ഈസ് ഗോൺ. പിന്നെ നമ്മുടെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇനി നോക്കുക, സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ, there is no difference between teaching and training. There is no difference, അത് wrong. ഞാൻ ഓൾറെഡി നമ്മൾ അതിന്റെ 2ന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ട്രൂ. സെക്കൻഡ് വൺ
ഈസ് നോട്ട് ട്രൂ, ദാറ്റ് ഈസ് ഫോൾസ് കേട്ടോ. അപ്പൊ സെക്കൻഡ് വൺ വരാൻ പാടില്ല, സെക്കൻഡ് വരാൻ പാടില്ലെങ്കിൽ എ ഓപ്ഷനും പോയി, പിന്നെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് എലിമിനേഷൻ. സോ റൈറ്റ് ആൻസേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഓൾവേസ് ട്രൈ ടു യൂസ് എലിമിനേഷൻ മെത്തേഡ്സ്. ഏറ്റവും റോങ് ആൻസേഴ്സ് വെട്ടിക്കളയുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് 1. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. ആകണമല്ലോ. എന്താ പഠിപ്പിക്കുന്നത്? ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ സ്റ്റുഡൻസ് ലേൺ ചെയ്യണം. സോ ദീസ് ടു തിങ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ദെൻ കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ്, ഏത് തരത്തിലുള്ള ടീച്ചിങ് ആയാലും അതിന്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, സ്റ്റുഡൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. ഓക്കെ, ദെൻ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. ഒരു നിർബന്ധവുമില്ല, ഇൻഫോർമൽ നേച്ചറിലുള്ള ടീച്ചിങ് ആയാലും ദാറ്റ് ക്യാൻ ഹാപ്പൻ. സോ ടീച്ചിങ് ഇസ് എ സോഷ്യൽ ആക്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് സോഷ്യൽ ആക്ട് ആണ്, വേറെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ആക്ട് ആണ്. 6th one is also right. So 1, 3 and 6 is the right answer. Okay. Then അടുത്തൊരു question. Which of the following orders are the 3 levels of teaching? A. Okay. 3 level of teaching ഏതൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി. മെമ്മറി Memory ലെവൽ, level, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലെക്റ്റീവ് ലെവൽ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ റാൻഡംലി എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി ഫോളോയിങ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പാരന്റ്സ് ഓഫ് ദി ലേണർ, പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദി ലേണർ, ഫാമിലി സൈസ് ഫ്രം വിച്ച് ലേണർ കംസ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. A. ഫൈൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. എനിവേ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പാരന്റ്സ് ഒരിക്കലും ഇല്ല. ദെൻ ഫാമിലി സൈസ് ഫ്രം വിച്ച് ദി ലേണർ കംസ്, നെവർ. പിന്നെ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ കൺഫ്യൂസിംഗ് ആയിട്ട് വരാവുന്നത്. ഒന്ന് ലേണറുടെ പ്രയർ എക്സ്പീരിയൻസ്, രണ്ടാമതായിട്ട് പിയർ ഗ്രൂപ്പ്സ്. ഓക്കെ, ഇതിൽ ഏതാണ് ഏറ്റവും നല്ല ആൻസർ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാം. സോ നല്ല ആൻസർ ആയിട്ട് പറയാവുന്ന ഏതാ? ഡെഫിനറ്റ്ലി പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ. പ്രയർ എക്സ്പീരിയൻസ് വെച്ചാണ് ഒരു ലേണർ എത്രമാത്രം നോളജ് അക്വിസിഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദി ടീച്ചർ ഓഫേഴ്സ് many positive and negative examples in the classroom to support his or her presentation. Which level of teaching reflected through this? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കുന്നത് ഏത് ലെവലാണ്? B. B is memory level. അല്ല, റിഫ്ലെക്റ്റീവ് ലെവൽ. ഓക്കെ, എനിക്ക് അതിനുള്ള ആൻസർ നിങ്ങൾ തരണം. നിങ്ങളിപ്പോ കൺഫ്യൂസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. റിഫ്ലെക്റ്റീവ് ലെവൽ എന്താ? നിങ്ങൾക്കിപ്പോ ഉള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് സി ആണോ ഡി ആണോ എന്നുള്ളതാണ്. റൈറ്റ്? ഇത് സി ഓർ ഡി. തന്നിരിക്കുന്നത് എന്താണ്? ടീച്ചർ ഓഫേഴ്സ് മെനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഇൻ ദി ക്ലാസ് റൂം ടു സപ്പോർട്ട് ഹിസ് ഓർ ഹെർ പ്രസന്റേഷൻ. സോ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സും നെഗറ്റീവ് ആസ്പെക്ട്സും ഒക്കെ പറഞ്ഞ് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏതാണ്? ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. റിഫ്ലെക്റ്റീവ് ലെവൽ അല്ല. റിഫ്ലെക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിസ്കഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് നടക്കുക. ഇവിടെ ടീച്ചറായിട്ട് തന്നെ കൺസെപ്റ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ സെയിം കൺസെപ്റ്റിനെ പറ്റി പോസിറ്റീവ് ആസ്പെക്ട്സും നെഗറ്റീവ് ആസ്പെക്ട്സും എക്സാമ്പിൾസും കണക്ഷൻസും ഒക്കെ തരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അവിടെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ടീച്ചർ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അതിന് മുകളിലാണ് റിഫ്ലെക്റ്റീവ് ലെവൽ, വെയർ സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വിൽ ബി ദേർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നാളെ അല്ല മറ്റന്നാൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടീച്ചിങ് മെത്തേഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കും. Okay, I hope it is clear. Yes, sir. Okay, I'll share this PPT. എല്ലാവരും ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കുക. കൺസെപ്റ്റ് ഒരുപാട് ഇതിനകത്തുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നു, കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം.
So we'll continue in our next lecture. Thank you, everyone. Bye. Yes, sir. Sir. Thank you.